ഉപ്പുതറ, കോതപാറ, മുത്തമ്പടി, പാലുകാവ് പ്രദേശങ്ങളിൽ നിരന്തരമായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ വനംവകുപ്പ് കാഞ്ചിയാർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസ് ഉപരോധിച്ചു. ഫെൻസിംഗ് നിർമ്മാണം മേഖലയിൽ പൂർത്തീകരിച്ച് വനംവകുപ്പിന്റെ ഒരു ടീമിനെ മേഖലയിൽ നിയമിക്കാം എന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ഉപ്പുതറ പഞ്ചായത്തിലെ മുത്തമ്പടി, പാലക്കാവ്, കോതപാറ, കാക്കത്തോട്, കൂപ്പുപാറ, വന്മവ തുടങ്ങിയ വിവിധ മേഖലകളിൽ വർഷങ്ങളായി ആളുകൾ വലിയ വന്യമൃഗശല്യമാണ് നേരിടുന്നത്. ഏതാനും നാളുകളുടെ കണക്കെടുത്താൽ 70ഓളം കർഷകരുടെ കൃഷിദേഹങ്ങളാണ് വന്യമൃഗം പാടെ നശിപ്പിച്ചത്. മേഖലയിൽ മുൻപ് ബാറ്ററി പ്രവർത്തിക്കുന്ന ഫെൻസിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും വർഷങ്ങളായി ഇവ നശിച്ചു കിടക്കുകയാണ്. തുടർന്ന് കാക്കത്തോട്, കിഴുകാനം വനംവകുപ്പ് ഓഫീസുകളിൽ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക എന്നാവശ്യപ്പെട്ട 3ഓളം സമരങ്ങളും നടന്നിരുന്നു. എന്നാൽ അന്ന് അധികൃതർ നൽകിയ ഉറപ്പുകളെല്ലാം പാഴായി. ഉടൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് നടപ്പിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും നടപടികൾ വൈകുകയാണ്. ഇതോടെ മേഖലയിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇടുക്കി വന്യജീവി സംഘത്തിൽ നിന്നും ഉപ്പുതറയിലെ ജനവാസ മേഖലയെ കൂടുതലായും വന്യമൃഗങ്ങൾ എത്തുന്ന മേഖലകളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കാനാണ് നടപടി. കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിനായിരുന്നു കരാർ നൽകിയത്. ഇവരിത് മറ്റ് സബ് കരാറുകാർക്ക് നൽകി. സബ് കരാറുകാരാണ് നിലവിൽ നിർമ്മാണം വൈകിപ്പിക്കുന്നത്. 8 കിലോമീറ്റർ നിർമ്മിക്കാനായിരുന്നു ടെൻഡർ. ഇതിൽ 2 കിലോമീറ്റർ മാത്രമാണ് നിർമ്മാണം നടത്തിയത്. ബാക്കിയുള്ളതിന്റെ നിർമ്മാണം വൈകുന്നതിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് അയ്യപ്പൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് CPIM വളകോട് ലോക്കൽ കമ്മിറ്റി ഉപരോധം നടത്തിയത്. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ഓഫീസിന് മുന്നിൽ തടഞ്ഞു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MJ ബാബച്ചൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പശ്ചിമഘട്ട മേഖലയെ സംരക്ഷണ പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണമായും വനവൽക്കരിക്കുക എന്ന ലക്ഷ്യമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇവിടുത്തെ കൃഷിക്കാരെ ഇവിടുന്ന് കുടിയിറക്കണം. ഇവിടുത്തെ കൃഷിക്കാരെ കുടിയിറക്കണമെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവണം. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇങ്ങനെ: ഹാങ്ങിംഗ് ഫെൻസിംഗ് സംവിധാനം ഒരുക്കുന്നതിൽ ചില മെറ്റീരിയലുകൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നതിലുള്ള താമസമാണ് നിലവിലുള്ളത്. നടപടികൾ വേഗത്തിലാക്കുവാൻ കത്ത് നൽകിയിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരാറുകാരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വനപാലക സംഘത്തെ മേഖലയിൽ ചുമതലപ്പെടുത്തുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KV രതീഷ് പറഞ്ഞു. അത് ആ ഒരു ഫെൻസിംഗ് ചാർജ് ആകുന്നോളം വരെ നമ്മുടെ ഒരു ടീമിനെ നമ്മളിപ്പോൾ മുത്തമ്പടി ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് അവിടെയാണ്. അവിടുത്തെ പ്രദേശവാസികളെ ഇപ്പോൾ ചർച്ച നടത്തിയതിൽ വെച്ച് അവരൊരു റൂം നമുക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മുടെ വാച്ചേഴ്സും ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ നമ്മളിപ്പോൾ നിയോഗിക്കും. നിലവിൽ നമ്മൾ കാക്കത്തോട് ക്യാമ്പിംഗ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഇത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മുത്തമ്പടി മേഖലയിലെ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ കാക്കത്തോട് മേഖലയിലെ പ്രശ്നം ഈ 2 കിലോമീറ്റർ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.